നമസ്കാരം. നെഹ്റു ചേരിചേരാ നയത്തിന്റെ വക്താവാണ്. അതായത് നമ്മൾ ഒരു ചേരിയിലുമില്ല, എല്ലാവരോടും സമദൂരം. ഈ സമദൂരം കൊണ്ട് ഭാരതത്തിന് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. 90കളിൽ നരസിംഹറാവു ഗവൺമെന്റാണ് ഇന്ത്യൻ മാർക്കറ്റ് ലോകത്തിന് മുന്നിൽ തുറന്നു കൊടുക്കുന്നത്. ഈ സമദൂരമൊക്കെ മാറ്റിവെച്ചിട്ട് 90കളിൽ നരസിംഹറാവു ചെയ്തത് 50 കൊല്ലം മുൻപ് ചെയ്തിരുന്നെങ്കിൽ 80കളോടെ ഭാരതം ഒരു ഫസ്റ്റ് വേൾഡ് കൺട്രി ആയനെ. അത് നടക്കാതെ പോയത് നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് മനോഭാവം കൊണ്ടും ചേരിചേരാ നയങ്ങൾ കൊണ്ടും ഒക്കെയാണ്. ചേരിചേരാ നയമൊക്കെ നെഹ്റു പറയുമെങ്കിലും സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായി ചേർന്ന് നിന്ന വ്യക്തിയാണ് നെഹ്റു. ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോട് ചേർന്ന് നിന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. 62ലെ ഇൻഡോ ചൈന യുദ്ധത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യവും നമ്മുടെ സഹായത്തിന് വന്നില്ല. ചേരിചേരാ നയം സ്വീകരിച്ച മറ്റു രാജ്യങ്ങളുണ്ടായിരുന്നു, അവരും നമ്മളെ സഹായിക്കുവാൻ വന്നില്ല. നമ്മളെ അന്ന് സഹായിച്ചത് US ആണ്. അമേരിക്കയോടും ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതികളോടും നെഹ്റുവിനുള്ള അടുപ്പമില്ലായ്മ ഏറ്റവും അധികം പ്രകടമായ ഒരു അവസരമായിരുന്നു 61ലെ അദ്ദേഹത്തിന്റെ US സന്ദർശനം. തികഞ്ഞ ഒരു പരാജയമായിരുന്നു ആ സന്ദർശനം. അതിനെക്കുറിച്ച് പലരും എഴുതിയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഞാനൊന്ന് വായിക്കാം. ജോൺ എഫ് കെനഡി ആയിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ് ആയിരുന്ന ആർതർ ഷ്ലെസ്ലിംഗർ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. കെനഡിയുമായി നടന്ന ചർച്ചയിലെ നെഹ്റുവിന്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാം. ചർച്ചയിലുടനീളം നെഹ്റു യാതൊരു ഭാവഭേദവും ഇല്ലാതെയിരുന്നു. ജാക്വലിനോട് മാത്രമാണ് താല്പര്യവും ചടുലതയും നെഹ്റു പ്രകടിപ്പിച്ചത്. ജാക്വലിൻ കെനഡി എന്നത് കെനഡിയുടെ ഭാര്യ. പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഇടയിൽ നടന്ന സ്വകാര്യ സംഭാഷണങ്ങൾ പരാജയമായിരുന്നു. നെഹ്റു വാസ് ടെറിബിളി പാസീവ്. നെഹ്റു ഭയങ്കര നിഷ്ക്രിയനായിരുന്നു. സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെ കെന്നഡി ബുദ്ധിമുട്ടി. പിന്നീട് ഈ ചർച്ചയെക്കുറിച്ച് കെന്നഡി പറഞ്ഞത് വൻ ദുരന്തം എന്നായിരുന്നു. ലോക പ്രശസ്തനായ പൊളിറ്റിക്കൽ ഓതർ സ്റ്റാൻലി വോൾപേർട്ടും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, നെഹ്റുവിനും കെന്നഡിയിലും ഇടയിൽ നടന്ന ചർച്ചയെക്കുറിച്ച്. അതും ഞാനൊന്ന് വായിക്കാം. ഇതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നീണ്ട വിമാനയാത്ര നെഹ്റുവിനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. എങ്കിലും ജാക്കിയെ, അതായത് ജാക്വലിൻ കെന്നഡിയെ കണ്ടയുടൻ അദ്ദേഹം ഉഷാറായി. അവരുടെ സുന്ദരിയായ സഹോദരിയും ഒത്ത് ജാക്വലിൻ ഇന്ത്യ സന്ദർശിക്കുന്നു എന്നത് നെഹ്റുവിനെ ആവേശഭരിതനാക്കി. എഡ്യൂന എപ്പോഴും താമസിച്ചിരുന്ന തന്റെ വീട്ടിലെ സ്യൂട്ട് റൂമിൽ താമസിക്കുവാൻ അദ്ദേഹം അവരിരുവരെയും ക്ഷണിച്ചു. എന്നാൽ കെന്നഡിയുമായുള്ള ചർച്ചകളിൽ നെഹ്റു അത്രമാത്രം ശ്രദ്ധിക്കുന്നില്ല എന്ന് കെന്നഡിക്ക് തോന്നിയിരുന്നു. അവർക്കിടയിലെ സംസാരത്തിൽ ഭൂരിഭാഗവും കെന്നഡി മാത്രമാണ് സംസാരിച്ചത്. നെഹ്റു തന്റെ ഭാര്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അവരിൽ നിന്നും കൈകൾ അകറ്റുവാൻ നെഹ്റുവിന് സാധിക്കാതെ വരുന്നതും കെന്നഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല. അമേരിക്കയിൽ അന്ന് ഈ ചർച്ച നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ അനലിസ്റ്റ് അവരെഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ എന്റെ തലമുണ്ട കയറാൻ വരരുത്. കുൽദീപ് നയ്യാരും നെഹ്റു കെന്നഡി മീറ്റിംഗിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കയിലെ ടോപ്പ് എക്കണോമിസ്റ്റുകൾക്കൊപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കെന്നഡി നെഹ്റുവിന് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ആ മീറ്റിംഗിൽ നെഹ്റു വളരെ ലേറ്റായാണ് വന്നത് തന്നെ. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് 1-2 വാക്കുകൾ പറഞ്ഞതല്ലാതെ മീറ്റിംഗിൽ ഉടനീളം നെഹ്റു കാര്യമായി ഒന്നും സംസാരിച്ചില്ല. 20 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് അവസാനിച്ചു. ആ മീറ്റിംഗിൽ പങ്കെടുത്ത എക്കണോമിസ്റ്റുകളിൽ ചിലർ പിന്നീട് കെന്നഡിയെ കണ്ടപ്പോൾ പറഞ്ഞത് താങ്കൾ അറേഞ്ച് ചെയ്ത മീറ്റിംഗ് പൂർണ്ണമായ പരാജയമായിരുന്നു എന്നാണ്. നെഹ്റു അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള അല്ലെങ്കിൽ റഷ്യൻ ചായ്വുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ അദ്ദേഹം എപ്പോഴും സംശയദൃഷ്ടിയോടുകൂടിയാണ് കണ്ടത്. ഈ ഒരു മനോഭാവമായിരുന്നു 61ലെ US വിസിറ്റ് പരാജയപ്പെടുവാനുള്ള പ്രധാന കാരണം. ന്യൂയോർക്ക് ടൈംസ് നെഹ്റുവിന്റെ US വിസിറ്റിനെ കുറിച്ച് എഴുതിയത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിസപ്പോയിന്റ്മെന്റ് ഓഫ് ദ പോസ്റ്റ് വാർ എറ എന്നാണ്. അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും നിരാശാജനകമായ സംഭവം എന്ന്. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.